ചെറിയൊരു കഥ പറയാൻ വേണ്ടി വന്നതാണ്. ഒരു പുൽച്ചാടിയുടെ കഥ അല്ല, ഒരു സയൻറ്റിസ്റ്റ് പുൽച്ചാടിയിൽ നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ കഥ. ഈ സയൻറ്റിസ്റ്റ് ഒരു പുൽച്ചാടി എടുത്ത് ഒരു ട്രാൻസ്പാരൻ്റ് ഗ്ലാസ്സിലേക്ക് ഇട്ട് വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും പുൽച്ചാടി ചാടിക്കളിക്കും. തുടക്കത്തിൽ ഇതിൻ്റെ ചാട്ടത്തിന് സയൻറ്റിസ്റ്റ് യാതൊരുവിധ റെസ്ട്രിക്ഷനും വെക്കുന്നില്ല. അതിന് പറ്റുന്ന മാക്സിമം ഹൈറ്റിന് പുൽച്ചാടിക്ക് ചാടാമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം റെസ്ട്രിക്ഷൻ വെക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഒരു ട്രാൻസ്പാരൻ്റ് ബാരിയർ അദ്ദേഹം സ്ഥാപിച്ചു. വീണ്ടും പുൽച്ചാടി ചാടിക്കൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ ബാരിയർ വരെ മാത്രമേ ഈ പുൽച്ചാടിക്ക് ചാടാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം പുൽച്ചാടിയെ ഗ്ലാസിൻ്റെ പുറത്തേക്ക് എടുത്ത് വീണ്ടും ചാടാൻ അനുവദിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ബാരിയറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ പുൽച്ചാടി ചാടുന്നത് ആദ്യം ചാടിയ ഹൈറ്റല്ല, രണ്ടാമത് ചാടിയ റെസ്ട്രിക്റ്റഡ് ഹൈറ്റാണ്. അഥവാ പുൽച്ചാടിക്ക് ചാടാനുള്ള കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. മക്കളെ, ഇതുപോലെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥ. നമ്മുടെ ബ്രെയിനിന് നമ്മൾ എത്രത്തോളം ട്രെയിനിങ് കൊടുക്കുന്നു അത്രത്തോളം അത് ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണ് ബ്രെയിനിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക? ഒന്നുമില്ല, അത് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുക? നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ കണ്ടന്റ് പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ആവുകയും ചെയ്യും. നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ ജെഇ ആയിക്കോട്ടെ, ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങളൊരിക്കലും +1ഉം +2ഉം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നൊരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ കൂടുതൽ കണ്ടന്റ് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിന് ഏറ്റവും ഡെവലപ്പ് ആകുന്ന സമയം. ആ സമയം നിങ്ങൾ വെറുതെ കളയരുത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ബോർഡ് എക്സാമിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം മക്കളെ. നമ്മൾ എൻട്രൻസിന് പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാം വളരെ സിമ്പിളായിരിക്കും. കാരണം ഏത് ബോർഡ് എക്സാം ആണെങ്കിലും ജെയുടെയും നീറ്റിൻ്റെയും ഒക്കെ വെറും സബ്സെറ്റ് മാത്രമാണ്. സോ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഈ സമയം നിങ്ങൾ വെറുതെ കളയരുത്. കാണാം.